ഇനി അതിഥി. ഹ്രസ്വചിത്രം റുബിക്സ് ഗെയിമിന്റെ അരങ്ങിലും അണിയറയിലും സജീവ സാന്നിധ്യങ്ങൾ. സംവിധായകനും ഛായാഗ്രാഹകനുമായ അഭിലാഷ് കൊച്ചുപുരയ്ക്കൽ, ഒപ്പം ചിത്രത്തിൽ ജോബിനായി വേഷമിട്ട നിതിൻ നാരായണ എന്നിവർ ഇന്ന് നമസ്തേ കേരളത്തിൽ അതിഥികളായി ചേരുന്നു. ഇരുവർക്കും സ്വാഗതം. ആദ്യം തന്നെ സംവിധായകൻ അഭിലാഷ് കൊച്ചുപുരയ്ക്കൽ, ഇന്നത്തെ തലമുറയിൽ ഹ്രസ്വചിത്രം പലരും നിർമ്മിക്കാറുണ്ട്. നിങ്ങളുടെ ടീമിന് ഇങ്ങനൊരു ചിത്രം നിർമ്മിക്കാനുള്ള പ്രചോദനം അതെന്തായിരുന്നു? ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു. എഡ്മണ്ടണിൽ വെച്ച് CKCA എഡ്മണ്ടൺ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിൽ വെച്ചാണ് ഞങ്ങൾ കാണുന്നത്. അന്ന് അതിൻ്റെ നാടകവും സ്കിറ്റുമൊക്കെ അവതരിപ്പിക്കുകയും അങ്ങനെയാണ് പരിചയപ്പെടുന്നതുമൊക്കെ. പിന്നീട് ഒരു 100-300 പേര് മാത്രം കാണുന്ന ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഒരു സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച് കുറച്ചുകൂടെ വ്യൂവേഴ്സ് കുറച്ചുകൂടെ വലുതായിട്ട് ഇത് എടുക്കാൻ പറ്റില്ലേ, അങ്ങനെ ചിന്തിച്ചിട്ടാണ് നാൽക്കവല എന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത്. അതിൽ നിന്നാണ് ഷോർട്ട് ഫിലിം ഉണ്ടാകുന്നത്. നിതിൻ എന്ത് പറയുന്നു ചിത്രത്തിന്റെ വിജയത്തെ പറ്റി? ഒപ്പം തന്നെ ജോബിനാണ് ചിത്രത്തിലെ ഒരു ഹൈലൈറ്റ് കഥാപാത്രം എന്ന് പറയുന്നു, അതിനെപ്പറ്റി. അതെ, വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ സാധിച്ചത്. അപ്പം വളരെ സന്തോഷവാനാണ്. ഒപ്പം തന്നെ സംവിധായകൻ തെറ്റായ തലമുറയിലൂടെ സഞ്ചരിക്കുന്ന, അല്ലെ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന ഒരു പുതിയ തലമുറ, അതിലൂടെ സമൂഹത്തിലും ഒപ്പം തന്നെ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഷോർട്ട് ഫിലിമിന്റെ പ്രമേയം. എന്താണ് ഇത്തരത്തിലൊരു കോൺസെപ്റ്റിലേക്ക് എത്താനുള്ള കാരണം? ഇന്ന് പല കുടുംബങ്ങളിലും നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ് അത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രമേയം സെലക്ട് ചെയ്തത്. പിന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം റുബിക്സ് ഗെയിം കുറച്ചും കൂടെ ടെക്നിക്കലായിട്ട് ഒരു ചിത്രീകരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളാരും തന്നെ ഇതിൽ നല്ല അറിവുള്ളവരോ പഠിച്ചവരോ സിനിമയെക്കുറിച്ച് കൂടുതൽ ബന്ധമുള്ളവരോ ഒന്നുമല്ല. ഇതിന് പ്രചോദനമായിട്ട് നിന്നത് പ്രധാനമായിട്ടും ഒരു സാഹിത്യകാരനും കൂടിയായ സ്റ്റാലിൻ ബാവക്കാട് എന്ന് പറഞ്ഞ വ്യക്തിയും ഒരു സിനിമ പ്രൊഡ്യൂസർ ആയ സജയ് സെബാസ്റ്റ്യൻ ചേട്ടനുമാണ്. നിതിനെ എങ്ങനെയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിലാഷ് കാസ്റ്റ് ചെയ്തത്? ഞങ്ങൾ കണ്ടു, ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം നമുക്ക് എപ്പോഴും ആർട്ടിസ്റ്റിനെ കിട്ടാനാണ് പാട് അവിടെ പുറത്ത് രാജ്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ താല്പര്യം പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു കഥാപാത്രത്തെ അദ്ദേഹം തന്നെയാണ് തന്നത്. എപ്പോഴും അഭിലാഷിനോടാണ് ചോദ്യം, നമ്മളൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി ഒക്കെ നിർമ്മിക്കുമ്പോൾ ഒരു മെസ്സേജ് എന്ന ഒരു എലമെന്റ് അതിലൊരു പ്രധാന ഘടകമായിരിക്കും. പക്ഷേ ഇതിലൊരു സസ്പെൻസ് ത്രില്ലർ എന്നതിനപ്പുറം ഒരു മെസ്സേജ് നൽകാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ആദ്യം ഒരു ഷോർട്ട് ഫിലിം ഇത് ചെയ്യുമ്പം ക്രോസ് അക്രോസ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ് ആദ്യം ചെയ്തത്. അതിൽ മെസ്സേജിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്തതാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ചും കൂടെ ഒരു ടെക്നിക്കൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ദൃശ്യഭംഗിയുള്ള ഒരു ഹ്രസ്വചിത്രം ചെയ്യണം. അതിൽ പാട്ടുണ്ടാവണം, ആക്ഷൻ ഉണ്ടാവണം, അങ്ങനെ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് റുബിക്സ് ഗെയിം വരുന്നത്. അതിനകത്ത് മെസ്സേജ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അഭിലാഷ്, ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ ചിത്രത്തിലുണ്ട്. അതിനകത്ത് ഫൈറ്റ് സീനുണ്ട്, ഒരു ഗാനമുണ്ട്, ഒരു പ്രണയ ഗാനമുണ്ട്. അതിനൊക്കെ തന്നെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു ഇത്തരം ചില ഘടകങ്ങൾ കൂടി ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഉൾപ്പെടുത്താനുള്ള കാരണം? ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മ വന്നപ്പം ഇതിൽ പല കഴിവുള്ള വ്യക്തികളുണ്ട്. പാട്ട് പാടാൻ അറിയാവുന്നവരുണ്ട്, സംഗീത സംവിധാനം നിർവഹിക്കാൻ കഴിവുള്ളവരുണ്ട്. അപ്പം അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആദ്യം ഫൈറ്റ് ചെയ്യുമ്പം പല ഷോർട്ട് ഫിലിമുകളിലും ഫൈറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും, ടെക്നിക്കലായിട്ട് ഇത്രയും അറിവില്ലാത്തൊരവസ്ഥയിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും, അത് ഞങ്ങൾ തന്നെ റിസർച്ച് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം അത് എനിക്ക് തോന്നുന്ന നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും. എന്തായാലും ചിത്രത്തിലെ ആ ഒരു ഗാനരംഗം അത് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. പ്രണയിനി എവിടെ നീ, എൻ ഹൃദയവാതിൽ തുറക്കു നീ, എൻ മിഴികളിൽ കാണു നീ, എൻ സ്നേഹമൗന നൊമ്പരം.
ചിരികൾ നിൻ മൊഴികളും ഇന്നകലെയോ മാഞ്ഞു പോയി അകലയായി നീ പ്രണയമോവിൽ നിനക്കു വേണ്ടി നിൽപ്പു ഞാൻ പ്രണയിനി എവിടെ നീ എൻ ഹൃദയവാതിൽ തുറക്കു നീ എൻ മിഴികളിൽ കാണു നീ എൻ സ്നേഹമൗന നൊമ്പരം എവിടെ നീ എൻ പ്രണയിനി നീ ജീവിക്കുന്നു എന്നോർമ്മയിൽ നിതിൻ എങ്ങനെയാണ് അഭിനയത്തിലൊക്കെ നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, അഭിനയത്തിൽ എക്സ്പീരിയൻസ് ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ വേഷങ്ങൾ കൂട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ചെറിയ കോമഡി സ്കിറ്റുകളൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴായാലും ഞങ്ങൾക്ക് മലയാളി അസോസിയേഷൻ്റെ വളരെ സപ്പോർട്ടുള്ള കാരണം അപ്പം ഞങ്ങളിങ്ങനെ എല്ലാ കൂട്ടുകാരും ചേർന്ന് ചില സ്കിറ്റുകൾ അവതരിപ്പിക്കും, കുറച്ച് മിമിക്രി ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്ത് ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതുപോലൊരു ചിത്രത്തിൽ ഇത്രയും ശ്രദ്ധേയമായൊരു വേഷം അവതരിപ്പിക്കുമ്പോൾ ഉള്ളൊരു പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെൻഷൻസ് അതൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഷോർട്ട് ഫിലിം ആണെന്ന് പറഞ്ഞാലും വളരെ ടെൻഷനാണ് അഭിനയിക്കുമ്പോൾ. ക്യാമറയ്ക്ക് മുമ്പ് സ്റ്റേജിൽ വെച്ച് എന്ത് കാണിക്കാമെന്നുള്ള എന്ന് വെച്ചാൽ എന്ത് ചെയ്യാമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ക്യാമറയ്ക്ക് മുമ്പ് വരുമ്പോൾ കുറച്ചൊരു ടെൻസ്ഡായിരുന്നു. പക്ഷേങ്കിൽ ചെയ്ത് വന്ന് ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഷോർട്ട് ഫിലിം ആയപ്പോൾ കുറച്ചുകൂടി ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായും. അഭിലാഷ്, താരങ്ങൾ ഇവരിൽ ആരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരല്ല, പക്ഷേ എല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള ഗ്രൂമിംഗ് സെക്ഷൻ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നോ? തീർച്ചയായിട്ടും തിരക്കഥ വായിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് വരുന്നില്ല. എല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ചെയ്തത്. പലരും അവരവരുടെ സജഷൻസ് പറയും, അതിനുശേഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു പ്രിപ്പറേഷൻസ് അത്ര ആവശ്യം വന്നില്ല. ഇതിന് ടെക്നിക്കൽ സൈഡ് ചെയ്യുന്ന എഡിറ്റിംഗ് ചെയ്യുന്ന സുനീഷ് ജോർജ് ആണെങ്കിലും ഇവർക്ക് ആർക്കും പ്രീവിയസ് എക്സ്പീരിയൻസോ പ്രൊഫഷണൽ നോളജോ ഉള്ള ആളുകളല്ല. എങ്ങനെയായിരുന്നു ജോബിൻ, സാം, ഒപ്പം തന്നെ ഏഞ്ചൽ ഇവരെയൊക്കെ കണ്ടെത്തിയത് അഭിലാഷ്? ജോബിൻ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഉള്ളതായിരുന്നു. നായികനെ കിട്ടാനായിരുന്നു വളരെ കഷ്ടപ്പാട്. അങ്ങനെ ആ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്ന CKCയുടെ മലയാളി അസോസിയേഷൻ എഡ്മണ്ടണിലെ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത്. സോണിയ ജോസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് ഇതിലെ നായിക. ബബിത ജോസഫാണ് രണ്ടാമത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം ഇവരെല്ലാം ഒരു ഫ്രണ്ട്സ് തന്നെയാണ്, പക്ഷേ ഇങ്ങനെ അഭിനയിക്കും എന്നൊന്നും അറിയില്ലായിരുന്നു. തീർച്ചയായും. നിതിൻ എന്ത് പറയുന്നു? അഭിനയത്തെ ഇനിയും സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ഒരു തീരുമാനം അത്തരത്തിലെന്തെങ്കിലും? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കിത് സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഉള്ള കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ അഭിനയിച്ച നായകനായിട്ട് അഭിനയിച്ച സിവിൻ ജോസ് എന്ന് പറഞ്ഞ വ്യക്തി, പുള്ളിയെ കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ്. നല്ല കഴിവുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ഇവിടെ വരാൻ സാധിച്ചില്ല, പുള്ളി അവിടെ ജോലി തിരക്കൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഒത്തിരി പേർ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് നടന്നത്. പിന്നെ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ കിട്ടാനാണ് ഏറ്റവും പാട്, ഇപ്പം അഭിലാഷ് ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ അതിന് തയ്യാറായിട്ട് നമ്മുടെ സോണിയ, ബബിത, ബ്ലസി അങ്ങനെയുള്ളവർ നമ്മുടെ കൂടെ നിന്നു. പിന്നെ സോണിയയുടെ അമ്മയും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, പുച്ച്റാണി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വളരെ വലിയ സപ്പോർട്ടാണ് അങ്ങനെ കിട്ടിയത്. നിതിൻ, നിങ്ങളുടെ ഈ ഒരു സൗഹൃദ കൂട്ടായ്മ മാത്രമാണോ നാൽക്കവല ക്രിയേഷൻസ്? അതെ, സൗഹൃദ കൂട്ടായ്മ മാത്രമാണ്. ഞങ്ങളിങ്ങനെ ആദ്യം നാൽക്കാവലയ്ക്ക് മുമ്പ് അവിടെ ഞങ്ങൾക്ക് ആദ്യം ഒരു ക്രിക്കറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. എഡ്മണ്ടൺ ഈഗിൾസ് എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ക്രിക്കറ്റ് ഗ്രൂപ്പ് തുടങ്ങി. അവിടെ ഇങ്ങനെ ഈവനിങ്സിൽ സമയം കിട്ടുമ്പോൾ കളിക്കാൻ പോകുമ്പോൾ അങ്ങനെ പരിചയപ്പെട്ടാണ് അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തിയും. അങ്ങനെ സിവിൻ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ചേർന്നപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെതായ ആഗ്രഹം മനസ്സിൽ കിടക്കുകയാണ്. ഇങ്ങനെ കല മനസ്സിലുണ്ട്, അപ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്യണമെന്ന് അഭിലാഷാണ് ആദ്യം പറഞ്ഞപ്പോഴും, പിന്നെ ഒരു മൂവിയൊക്കെ ഇടയ്ക്ക് കൊണ്ടുവന്നപ്പോൾ അഭിലാഷ് അവിടെ ശ്രദ്ധേയനായിരുന്നു. പുള്ളിപ്പുലിയും അട്ടിൻകുട്ടിയും അങ്ങനെ പറഞ്ഞ ആ മൂവി അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ട് അങ്ങനെ എല്ലാവരോടും ഒത്തൊരുമിച്ച് ചെയ്തതാണ്. നാൽക്കവല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയുടെ ഇതാണ്. തീർച്ചയായും നിതിനൊപ്പം തന്നെ ഈ ഒരു നാൽക്കവല ക്രിയേഷൻസ് എന്ന ഈ ഒരു സൗഹൃദ ഒരു കൂട്ടായ്മയ്ക്ക് അപ്പുറം എത്രത്തോളം ഒരു സപ്പോർട്ട് ഇത്തരത്തിലൊരു ഹ്രസ്വ ചിത്രം നിങ്ങളുടെ ടീം തയ്യാറെടുക്കുന്നു എന്ന് കേട്ടപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചു? നിതിൻ, ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും വളരെ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പം ആരും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഇങ്ങനെ ചെയ്യാൻ കഴിവുള്ളവരോ അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ളവരോ ഇത്രയും ചെറിയ കഴിവുള്ളവരോ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സപ്പോർട്ടാണ് കിട്ടിയത്. അവിടുത്തെ ആൾക്കാരും മലയാളി അസോസിയേഷനവർക്ക് ഒന്നാമത് നമ്മൾ ഇത്ര 7 കടലും ചെന്ന് അവിടെ ചെല്ലുമ്പോൾ മലയാളികളെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അത്രയും ആൾക്കാർ നമ്മളെ ഇത് കണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു തമിഴ് സപ്പോർട്ട് തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്കത് തിയേറ്ററിൽ ഈ മൂവി ഞങ്ങൾക്ക് റിലീസ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു, അവിടുത്തെ ഒരു തിയേറ്ററിൽ. അപ്പോൾ അന്ന് ബയ്യ എന്ന് പറയുന്ന മൂവിക്ക് മുമ്പായിട്ട് ഇതൂടെ ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ എഡ്മണ്ടനിലെ വ്യക്തികളുടെ നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അതൊക്കെ ചെയ്യാൻ പറ്റുക. തീർച്ചയായും സംവിധായകന് കിട്ടിയൊരു പ്രതികരണം എങ്ങനെയായിരുന്നു ഹ്രസ്വചിത്രം ഇത് യാഥാർത്ഥ്യമായപ്പോൾ? വളരെ സന്തോഷം തോന്നി. കഷ്ടപ്പെട്ട് നമ്മളൊരു ഒരു കാര്യം ചെയ്തിട്ട് അത് കാണുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുമ്പം കമൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ വ്യൂ ചെയ്യുന്ന കാണുമ്പോൾ ഒക്കെ സന്തോഷം തോന്നും. പലരും ഒരുപാട് പേര് വിളിച്ചു, കാനഡയിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ കണ്ടിട്ട് വിളിച്ചിട്ട് നന്നായിട്ടുണ്ട്, നിങ്ങൾ പ്രൊഫഷണലി ഇത് ചെയ്യുന്നവരാണോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കേൾക്കുമ്പം ഒരു സന്തോഷം ഉണ്ടായിരുന്നു. തീർച്ചയായും. ഒപ്പം തന്നെ അഭിലാഷ്, ഫൈറ്റ് സീനൊപ്പം തന്നെ സോങ് ഇത്തരത്തിലൊരു പ്രൊഫഷണൽ ഒരു ടച്ച് ഈ ഒരു ഷോർട്ട് ഫിലിമിന് വരുത്തിയപ്പോൾ എത്രത്തോളം വെല്ലുവിളി ഉണ്ടായിരുന്നു ചിത്രീകരണത്തെ സംബന്ധിച്ചിടത്തോളം? ഫൈറ്റ് സീനെ സംബന്ധിച്ചിടത്തോളം ഫൈറ്റ് സീൻ ഒരു ചെറുതായിട്ടൊന്ന് പാളിപ്പോയാൽ തന്നെ യാതൊരു ഇതറിയത്തില്ല, ആർക്കും ഫൈറ്റ് സീൻ എങ്ങനെ എടുക്കണം എന്നുള്ളത് അറിയില്ല. പ്രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം കരാട്ടെ മാസ്റ്ററാണ്, അദ്ദേഹമാണ് അതിൻ്റെ ഫൈറ്റ് സീൻ്റെ ഒരു കൊറിയോഗ്രാഫി ചെയ്തത്. അങ്ങനെ പലരും ഇതിൽ സഹായിച്ചു. പക്ഷേ ഫൈറ്റ് സീനൊക്കെ ചെയ്യുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് എടുത്ത ഷോർട്ട് ഫിലിമുകളിൽ ചിലതിലൊക്കെ ഫൈറ്റ് സീൻ ബോറായതുകൊണ്ട് ആൾക്കാർ കമൻ്റ് അടിക്കണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു എടുക്കുമ്പം. പക്ഷേ അതിൻ്റെ റെസ്പോൺസ് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് എടുത്തിട്ട് കണ്ടു കഴിഞ്ഞപ്പം കുഴപ്പമില്ല എന്ന് തോന്നി. അഭിലാഷി, താരങ്ങളെയൊക്കെ തീരുമാനിച്ചപ്പോൾ ഇവർക്കൊരു മലയാളിത്തം വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നോ സംവിധായകന്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മനസ്സിൽ നമ്മൾ ആ ക്യാരക്ടർ കാണുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ ചില ക്വാളിറ്റീസ് ഉണ്ടാവണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം പരിമിതികളാണ്, നമ്മൾ ഉള്ളത് വെച്ച് ഉള്ള ആൾക്കാരെ വെച്ച്. പക്ഷേ എല്ലാവരും നന്നായിട്ട് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സ്പെക്റ്റേഷനേക്കാളും കൂടുതൽ അവരുടെ പെർഫോം ചെയ്തത് കൊണ്ടാണ് ഇത് കുഴപ്പമില്ലാത്തൊരു ഷോർട്ട് ഫിലിം ആയത്. ഇതിൻ്റെ ഛായാഗ്രാഹകനും അഭിലാഷ് കൊച്ചുപുരയ്ക്കൽ തന്നെയാണ്. എന്താണ് ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ച് കൈകാര്യം ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം അഭിലാഷ്? ക്യാമറകൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്യാമറ, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഇഷ്ടമായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ മാത്രമല്ല, ഷൈൻ വിൻസെൻ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അദ്ദേഹവും ക്യാമറ സപ്പോർട്ട് തന്നിട്ടുണ്ട്, സെക്കൻഡ് ക്യാമറമാനാണ്. ഇതിൽ ക്യാമറ വീഡിയോഗ്രാഫി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് പയ്യെ എടുത്ത് നോക്കിയപ്പം ക്യാമറ ഇഷ്ടമായി, പിന്നെ അത് വീഡിയോഗ്രാഫി എടുക്കുന്നത് ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. എത്ര നാളത്തെ ഒരു തയ്യാറെടുപ്പിന്റെ ഫലമാണ് റുബിക്സ് ഗെയിം എന്ന ഹ്രസ്വചിത്രം? റുബിക്സ് ഗെയിം തുടക്കം മുതൽ ഒടുക്കം വരെ പൂർത്തിയാക്കാനായിട്ട് ഏകദേശം 8 മാസത്തോളം എടുത്തു. തുടക്കം തൊട്ടേ ഇതിന്റെ ഒരു കമേഴ്ഷ്യൽ സക്സസ്, അതിനെക്കുറിച്ചൊക്കെ സംവിധായകന് ഒരു ചിന്തയുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊമോഷൻ എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ എങ്ങനെ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കും എന്നുള്ളതും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആദ്യത്തെ ചിത്രം ഞങ്ങൾ എടുക്കുമ്പോൾ, ക്രോസ് എന്ന് പറയുന്ന ചിത്രം എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ, കൂട്ടുകാർ അവർ കാണും, അല്ലെങ്കിൽ ഒരു 1000 പേര് കാണും എന്ന് വിചാരിച്ചിരുന്ന ചിത്രം നമ്മുടെയൊക്കെ എക്സ്പെക്റ്റേഷന് മുകളിൽ പോയപ്പോൾ അതിൽ നിന്നുള്ളൊരു കോൺഫിഡൻസും കൂടി ഉണ്ടായിരുന്നു ഇതിനകത്ത്. നിതിൻ, എങ്ങനെയായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു വിജയ പ്രതീക്ഷ, അത് എത്രത്തോളം ഉണ്ടായിരുന്നു? വളരെ നല്ല പ്രതീക്ഷയായിരുന്നു. അതായത് ഞങ്ങളുടെ ആദ്യത്തെ ഷോർട്ട് ഫിലിം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസ് മനസ്സിലുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഒന്ന് നല്ല ലൈക്സ് കിട്ടും, യൂട്യൂബിൽ ഞങ്ങൾക്കത് ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി സപ്പോർട്ട് വരുമെന്നുള്ള നല്ല പ്രതീക്ഷയായിരുന്നു. നിതിനൊപ്പം തന്നെ സഹതാരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും
ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ഹ്രസ്വ ചിത്രമാണിത്, അല്ലെങ്കിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഹ്രസ്വ ചിത്രമാണിത്. അവരൊക്കെ എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? ഇതിനെ സംബന്ധിച്ച് എത്രത്തോളം സപ്പോർട്ട് നൽകിയിരുന്നു? വളരെ നല്ല സപ്പോർട്ടായിരുന്നു. അതായത് സിവിൻ എന്ന് പറയുന്ന ആൾ പുള്ളിക്ക് അഭിനയിക്കാൻ എന്താണെന്ന് അറിയാതെ ചിലരുടെ ബ്ലഡിൽ വരുന്നതാണോ എന്താണെന്ന്. അപ്പോൾ പുള്ളിക്ക് എന്നെക്കാളും ഒരു നല്ല കഴിവുണ്ടായിരുന്നു ഇത് ചെയ്യാനും ഒക്കെ ഉള്ളു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചേട്ടാ ഇതെങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന പോലെ നമുക്ക് പറഞ്ഞു തരുകയും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സിനിമ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത സെവൻസ് പ്രൊഡ്യൂസ് ചെയ്ത സജയ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ വ്യക്തി, പുള്ളി ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് അതായത് എങ്ങനെ ഇതൊക്കെ ചെയ്യണം, എങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, അതൊക്കെ അഭിലാഷിനായാലും എല്ലാവരെയും സപ്പോർട്ട് ചെയ്തും സഹായിച്ചതും അങ്ങനെയാണ്. അഭിലാഷ് പൂർണ്ണമായും കാനഡ തന്നെ ലൊക്കേഷൻ ആക്കാനുള്ള ഒരു തീരുമാനം അതെന്തായിരുന്നു അതിന് പിന്നിൽ? ഒന്ന് ഞങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് കുറച്ചുകൂടി ഒരു ദൃശ്യ ഭംഗിയാണ് രണ്ടാമത്തെ ഷോർട്ട് ഫിലിമിൽ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാമായിരുന്നു. പിന്നെ നമ്മൾക്കുള്ള പരിമിതികൾ വെച്ച് ഏറ്റവും നന്നായിട്ട് അവിടെ തന്നെ ചിത്രീകരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൃശ്യഭംഗി കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ചെയ്തത്. തീർച്ചയായും. ഒപ്പം തന്നെ അഭിലാഷ് കാനഡയിൽ പൂർണ്ണമായും ചിത്രീകരിച്ചതാണ്. അവിടുത്തെ ഒരു മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് കൂടുതലായി കിട്ടിയതെങ്കിൽ പോലും ഇത് പൂർണ്ണമായും മലയാളത്തിലുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. വളരെ മനോഹരമായൊരു പ്രണയഗാനമുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ എത്രത്തോളം ഇതിനൊരു പ്രൊമോഷൻ അത് നിങ്ങൾ നടത്തിയിരുന്നു? ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഞങ്ങൾ നോക്കിയപ്പോൾ ഖത്തറിലാണ്, പ്രവാസി മലയാളികളുടെ അടുത്താണ് ഉണ്ടായിരുന്നത്. പിന്നെ കേരളത്തിലും ഇത് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പല മാക്സിമം ചെയ്യാൻ പറ്റുന്നത്തോളം ഷെയർ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിലും നല്ല റെസ്പോൺസാണ്. ആരും ഒരു മോശം അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല ഇതുവരെ. തീർച്ചയായും. നിതിൻ, നിങ്ങളുടെ ടീമിന്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ്. ആദ്യ ചിത്രത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ആദ്യ ചിത്രം എന്ന് പറയുന്നത് ഒന്നും അറിയാൻ വയ്യാതെ തുടങ്ങിയതാണ്. അപ്പം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്കുണ്ട്. അപ്പാർട്ട്മെൻറ്റിൽ ഒരു റൂമിൽ വെച്ച് മാത്രം ചിത്രീകരിച്ച ഒരു ഇതാണ്. അപ്പോൾ അത് നമുക്ക് തുടക്കം മുതലേ സ്റ്റാലിൻ ബാവക്കട്ട് എന്ന് പറയുന്ന സാഹിത്യകാരൻ, പുള്ളിക്കാരൻ്റെ ഒത്തിരി സപ്പോർട്ടുണ്ടായിരുന്നു. പുള്ളിയാണ് ഇതിൻ്റെ തീമുകളെല്ലാം എങ്ങനെ പോകണം ഇതൊക്കെയാണെന്ന് പറഞ്ഞ് അഭിലാഷിയാണ് ഇവർ രണ്ടുപേരോട് ചെയ്ത് അവരുടെ രണ്ടുപേരുടെയും ആ കോൺഫിഡൻസ് കണ്ട് നമുക്ക് കോൺഫിഡൻസ് ആയി അങ്ങനെ ചെയ്ത് ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ആദ്യം ഒത്തിരി ടെൻസ്ഡ് ആയിരുന്നു പറഞ്ഞ പോലെ. അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പം ഓക്കെ ആയി. തീർച്ചയായും നിതിൻ, ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് ആദ്യ ചിത്രത്തിനൊരു വിജയം അത് നേടിയെടുത്തു. രണ്ടാമത്തെ ചിത്രം വളരെ മികച്ച പ്രതികരണം യൂട്യൂബിൽ നേടിക്കൊണ്ടിരിക്കുന്നു. നിതിൻ, എന്താണ് ഈ ചിത്രം കാണാൻ പോകുന്ന പ്രേക്ഷകരോട് അവരോടൊക്കെ പറയാനുള്ളത്? അതെ, ഇതൊക്കെ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് നമ്മുടെ നാട്ടിൽ ചെയ്തതല്ല, കാനഡയിൽ അവിടെ പുറത്ത് ചെയ്തതാണ്. അവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ കൂട്ട് കാലാവസ്ഥയല്ല, തണുപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനും ഔട്ട്സൈഡ് വർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണുക, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം, അത്രയും മാത്രമാണ് പറയാനുള്ളത്. സംവിധായകൻ അഭിലാഷ് എന്ത് പറയുന്നു പ്രേക്ഷകരോട്? ഞങ്ങൾ തുടങ്ങി ഈ ഒരു ചെറിയ സംരംഭം സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും എൻകറേജ്മെൻറ്റ്സും അതുപോലെ തന്നെ ഫീഡ്ബാക്സും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. എന്തായാലും റുബിക്സ് ഗെയിം വളരെ മികച്ച പ്രതികരണമാണ് യൂട്യൂബിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന് എല്ലാവിധമായ ആശംസകളും നമസ്തേ കേരളവും നേരുകയാണ്. ഒപ്പം വളരെയധികം നന്ദി അഭിലാഷ് കൊച്ചുപുരയ്ക്കൽ, ഒപ്പം നിതിൻ നാരായണ നമസ്തേ കേരളത്തിൽ അതിഥികളായി എത്തിയതിന്.